ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാധിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. വിഗതസകലഭേദം സ്വപ്രകാശേന വേദ്യം ബഹിരപി ഹൃദി പൂർണ്ണം ശാന്തബോധസ്വഭാവം പ്രകൃതിവികൃതിഹീനം ബന്ധമുക്ത്യോർവിമുക്തം ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. ഹൃദി കലയ സദൈവ ശുദ്ധബുദ്ധ്യാ ച ഭക്ത്യാ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3 തവണ ചേർന്ന് ഓങ്കാരം ജപിക്കുക. ഒരു തപോനുഷ്ഠാനം. എല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. ആകാവുന്നിടത്തോളം നിവർന്നിരിക്കുക. കണ്ണടയ്ക്കുക. വായും തുറന്ന് ഹൃദയവും തുറന്ന് അങ്ങോട്ട് ജപിക്കുക. ഓ നിങ്ങൾക്ക് ആർക്കും ശബ്ദമില്ലായിരിക്കോ? ദാ ഓ ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. 21ാമത്തെ ശ്ലോകം മുതൽക്ക് ചൊല്ലാം. 2ാം അധ്യായത്തിൽ 21 മുതൽ. അഹോ ജനസമൂഹേപി അഹോ ജനസമൂഹേപി അഹോ ജനസമൂഹേപി അഹോ ജനസമൂഹേപി നദ്വൈതം പശ്യതോ മമ നദ്വൈതം പശ്യതോ മമ അരണ്യമിവ സംവൃത്തം അരണ്യമിവ സംവൃത്തം കരതിം കരവാണ്യഹം ക്വരതിം കരവാണ്യഹം ക്വരതിം കരവാണ്യഹം ക്വരതിം കരവാണ്യഹം നാഹം ദേഹോ ന മേ ദേഹോ നാഹം ദേഹോ ന മേ ദേഹോ ജീവോ നാഹം
നാഹമഹം ഹിചിത് ജീവോ നാഹമഹം हि ചിത് അയമേവ ഹി മേ ബന്ധഃ അയമേവ ഹി മേ ബന്ധഃ ആസീദ്യാ ജീവിതേ സ്പൃഹ ആസീദ്യാ ജീവിതേ സ്പൃഹ അഹോ ഭുവനകല്ലോലൈഃ അഹോ ഭുവനകല്ലോലൈഃ വിചിത്രൈർദ്രാക്സമുത്ഥിതം വിചിത്രൈർദ്രാക്ഷമുത്ഥിതം മയി അനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ ചിത്തവാദേ സമുദ്യതേ ചിത്തവാതേ സമുദ്യതേ മയി അനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ ചിത്തവാദേ പ്രശാമ്യതി ചിത്തവാതേ പ്രശാമ്യതി അഭാഗ്യാ ജീവവണിജോ അഭാഗ്യാ ജീവവണിജോ ജഗത്പോതോ വിനശ്വരഃ ജഗത്പോതോ വിനശ്വരഃ. ഇവിടെ എഴുതിയിട്ടുള്ള ശ്ലോകമാണ് അടുത്തത്. മയ്യനന്തമഹാംബോധൗ മയ്യനന്തമഹാംബോധൗ ആശ്ചര്യം ജീവവിജയഃ ആശ്ചര്യം ജീവവിജയഃ ഉദ്യന്തി ഘ്നന്തി ഖേലന്തി ഉദ്യന്തി ഘ്നന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവതഃ പ്രവിശന്തി സ്വഭാവതഃ. ആത്മസാക്ഷാത്കാരം, ഈ സാക്ഷാത്കാരം എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഭാഷയ്ക്കും സംസ്കൃതത്തിനുമൊക്കെ പ്രത്യേകിച്ചുള്ളൊരു വാക്കാണത്. ആത്മസാക്ഷാത്കാരം, സാക്ഷാത്കരിക്കുക എന്ന് ഒരു സംശയവുമില്ല, നേരിട്ട് അങ്ങോട്ട് അനുഭവിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആത്മസാക്ഷാത്കാരം കിട്ടട്ടെ ഇവിടെ ഇപ്പോൾ തന്നെ എന്നാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. അഷ്ടാവക്ര മഹർഷി ആദ്യമായി എങ്ങനെയാണ് ജ്ഞാനം കിട്ടുക, എങ്ങനെ വൈരാഗ്യമുണ്ടാകും, എങ്ങനെയാണ് മോക്ഷം സിദ്ധിക്കുക എന്ന 3 ചോദ്യത്തിന് മറുപടിയായി 1-ാം അധ്യായത്തിൽ നല്ലപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ ചുറ്റുമുള്ള പാഞ്ചഭൗതിക പ്രപഞ്ചം, അതിൽ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത നിർമ്മിതമായ വസ്തുക്കളും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ പ്രപഞ്ചം അതിൽപ്പെട്ട പഞ്ചഭൂതങ്ങളിൽ ഒന്നുമല്ല ജനകൻ, നേരെ മറിച്ച് അവയെ നോക്കിക്കണ്ട് അനുഭവിക്കുന്ന സാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ ശ്ലോകത്തിന് വലിയ അർത്ഥമാണ്. എന്താ അർത്ഥം? ഈ പ്രപഞ്ചത്തിന് എത്ര കണ്ട് വലിപ്പമുണ്ട്, സീമാതീതമായ ഒരു പ്രപഞ്ചമാണ്. ബാക്കി 4 ഭൂതങ്ങൾക്ക് പരിമിതികളുണ്ടെങ്കിലും ആകാശത്തിന് നിശേഷം പരിമിതിയില്ല. ആ ആകാശമാണ് നമ്മെ ചുറ്റി ആവരണം ചെയ്ത് എമ്പാടും നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തെ നോക്കി കാണുക എന്ന് പറയുമ്പോൾ അതിനെ കാട്ടിത്തരിക, അതെങ്ങനെയോ അതുപോലെ നമ്മുടെ ഉള്ളിൽ അതിനെ അങ്ങോട്ട് വിടർത്തുക, വിരിക്കുക, പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലിപ്പിക്കുന്ന ആ ഘടകമുണ്ടല്ലോ, അതിന് എത്രത്തോളം മഹത്വം വേണം, എത്രത്തോളം മേന്മ വേണം. പഞ്ചഭൂതങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെക്കാൾ എത്രയോ ബൃഹത്താകണമത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ഇതിനെല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന ഒരു ചിദ് വസ്തു, ഒരു ചിദാകാശമുണ്ട്. നമ്മുടെ ദ്രവ്യാകാശം ജഡമാണ്, ഇതാകട്ടെ ജഡമല്ല, ചിദാകാശമാണ്, ചിത്തുകൊണ്ടുള്ള ഒരാകാശം. ആ ആകാശത്തിലാണ് മറ്റേ ആകാശവും ബാക്കി 4 ഭൂതങ്ങളും നിൽക്കുന്നത്. അതാണ് എന്ന് മനസ്സിലാക്കൂ. ഇവിടെ ജഡവസ്തുക്കളും ജഡമല്ലാത്ത ചേതനയുമുണ്ട്. ഇവിടെ
സചേതനം അചേതനം എന്ന് രണ്ടായി തിരിക്കാമല്ലോ സൃഷ്ടിവിശേഷത്തിന്. ഒന്ന് ജഡപ്രപഞ്ചം, അതിൽപ്പെട്ടതാണ് പഞ്ചഭൂതങ്ങൾ. അവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അതിലൊരു ജീവപ്രസരണമുണ്ടാവും. ജനിക്കലും വളരലും അവസാനം ക്ഷയിക്കലും ഇല്ലാതെയാവലും തൊട്ടാൽ പ്രതികരണമുണ്ടാക്കുന്നതുമായ വിശേഷമാണ് ഈ ജീവൻ 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 എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആ ചിദ്രൂപം എന്ന് പറയണ ഒന്നുണ്ടല്ലോ, അതിനെ മനസ്സിലാക്കൂ. നമ്മൾ ഒരിക്കലും ശരീരമടക്കമുള്ള പ്രപഞ്ചമല്ല, പ്രപഞ്ച വസ്തുക്കളല്ല. അവയെ നോക്കിക്കാണുന്നതും അനുഭവിക്കുന്നതുമായ ആ ഉണർവാണ്, ആ കോൺഷ്യസ്നെസ്സാണ്, ആ പ്രജ്ഞാവിശേഷമാണ് നാം എന്ന് മനസ്സിലാക്കണം. അവിടുന്നാണ് തുടങ്ങിയത്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി പല സംഗതികളും പറഞ്ഞ് മനസ്സിലാക്കി. ആ പറഞ്ഞത് മുഴുവൻ ജനക മഹാരാജാവ് രാജബുദ്ധി യാജബുദ്ധി എന്നൊരു ബുദ്ധിയുണ്ട്. അതിൽ ജനകൻ ഉപായപ്പെട്ട ആളല്ല, മഹാരാജാവാണ്. ആ ജനകൻ എടുത്തു വളർത്തിയ പുത്രിയാണ് ജാനകി, സീത. ആ സീതയാണ് ശ്രീരാമൻ കല്യാണം കഴിച്ചത്. അതും വിശ്വാമിത്രൻ്റെ സാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ്. ആ ജനക മഹാരാജാവുണ്ടല്ലോ, അത് പറഞ്ഞ മാതിരി കേട്ടു, കേട്ട മാതിരി ഗ്രഹിച്ചു, ഗ്രഹിച്ച മാതിരി അനുഭവസിദ്ധമായി. ആ അനുഭവസിദ്ധിയുടെ പേരിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച്. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്താ? ദാ ഇവിടെ എഴുതിയിട്ടുള്ളത്. മയ്യ അനന്തമഹാംബോധൗ ആശ്ചര്യം ജീവബീജയ. നാം പരാമർശിക്കുന്നതായ ജീവരാശികൾ മുഴുവനും അനന്തമായിരിക്കുന്ന ഞാൻ എന്ന കടലിൽ പൊന്തിത്താഴുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നാൻ ഒരു ഭ്രമം ഉണ്ടാവും. നമ്മൾ ശരീരത്തിനെ അല്ല ഇവിടെ വ്യാഖ്യാനിക്കുന്നത്, ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളെയുമല്ല, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ചേതനാകോശത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കണ്ണ് എത്ര ചെറുത്. ആ ചെറിയ 2 കണ്ണുകൊണ്ട് നമുക്കൊരു കടുകമണി കാണാം, മഹാപർവ്വതത്തെ കാണാം, കരയില്ലാത്ത സമുദ്രത്തെ കാണാം, സീമാതീതമായിരിക്കുന്ന ആകാശത്തിനെയും കാണാം. ചെറിയ 2 കണ്ണ്. അപ്പോൾ ഈ 2 കണ്ണ് ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ നിർമ്മാതാവുണ്ടല്ലോ, അതിൻ്റെ ശക്തി എത്രയാവണമെന്ന് നിങ്ങൾ പറയൂ. അത് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ 2 അവയവമാണ് ഈ കോലാഹലം മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രഭാവത്തിൻ്റെ തനിമ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും നല്ലോണം ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ വരിക? നമുക്ക് മനസ്സിന് കൂടുതൽ ആത്മവിശ്വാസമുണ്ടാവും, ആത്മബലമുണ്ടാവും, ആത്മസമ്പന്നതയുണ്ടാവും. നമുക്ക് ഒന്നിനെ കണ്ടാലും ക്രമാതീതമായ ഒരു അതിശയം തോന്നില്ല, ഒരു ആകർഷണം തോന്നില്ല, ഒരു വികർഷണം തോന്നില്ല. ഘനഗാംഭീര്യത്തോടുകൂടി നമുക്ക് ജീവിക്കാം, കഴിയാം. പുറമേയുള്ള എന്തും നമ്മളെ ഉലയ്ക്കില്ല. അങ്ങനെ ഉലയ്ക്കാത്ത ഒരു ഇരുത്തം നമുക്ക് കൈവരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ദി എൻറ്റയർ ഫിലോസഫി ഈസ് എ സൈക്കോ ഇൻ്റലക്ച്വൽ പെർസ്യൂട്ട്. നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യേണ്ട ഒരു അനുധാവനമാണ് ഈ ദർശനശാസ്ത്രം മുഴുവനും, ആധ്യാത്മികത മുഴുവനും. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും പിന്തുടരേണ്ട ഒരു ദർശനശാസ്ത്രമാണത്. ഇത് നല്ല പോലെ മനസ്സിലാക്കുക. ആർക്ക് മനസ്സുണ്ടോ ബുദ്ധിയുണ്ടോ അവർക്ക് എല്ലാവർക്കും ഇത് പിന്തുടരാൻ സാധിക്കും. അങ്ങനെ പിന്തുടർന്നാലുള്ള ഗുണങ്ങളോ മനസ്സിലും ബുദ്ധിയിലും. നടന്നാൽ കിട്ടുന്ന ഗുണം ആർക്കാ? നടക്കുന്ന കാലിന്. സംസാരിച്ച് പരിചയിച്ചാൽ കിട്ടുന്ന ഗുണം ആർക്കാ? നാവിനും തൊണ്ണിനും തൊണ്ടയ്ക്കുമൊക്കെ. അപ്പോൾ ഇത് ആലോചിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിന് ആഴം കൂടും, വിസ്താരം കൂടും, ഉയരം കൂടും, മേന്മ കൂടും, ഉദാത്തതയും ഉദാരതയും പവിത്രതയും കൂടും. നമ്മളിപ്പോൾ എല്ലാം ഒരു കടുകാത്മാക്കളായിട്ടായിരിക്കുന്നത്. കടുകോളേ ഉള്ളൂ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള മതിപ്പ്. അതൊക്കെ മാറി കടാഹം പോലെ ആയിത്തീരും
നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതിപ്പ്. അപ്പോൾ ജനകൻ ആ അനുഭവങ്ങളൊക്കെ വളരെ വിശേഷ ഭാഷയിൽ പ്രതിപാദിച്ചു. ആരുടെ മുൻപിൽ? അഷ്ടാവക്ര മഹർഷിയുടെ മുൻപിൽ. അപ്പം അത് കേട്ട് ബലേ ഭേഷ് എന്ന് പറഞ്ഞ് കോംപ്ലിമെൻ്റ് ചെയ്ത് സമ്മാനവും മേടിച്ചുകൊണ്ട് പോവാനല്ല മഹർഷി വര്യൻ നോക്കുന്നത്. മഹർഷിയുടെ ഉദ്ദേശം എന്താ? എപ്പോൾ എന്നെ വന്ന് ശരണം പ്രാപിച്ചുവോ, എന്നോട് പ്രപഞ്ചരഹസ്യങ്ങളും ജ്ഞാനവും മോക്ഷവും എല്ലാം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞോ, അതിൻ്റെ പരമാവധി ചെയ്യേണ്ടത് എൻ്റെ ചുമതലയാണ്, എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ സ്വഭാവമാണ്, എൻ്റെ പ്രേരണയാണ്. അതുകൊണ്ട് ജനക മഹാരാജാവ് എത്ര ശ്രേഷ്ഠനായാലും എത്ര ഖ്യാതിയുള്ളവനായാലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ എന്തെങ്കിലും കോട്ടമോ കുറയോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി നമ്മുടെ ശിഷ്യനെ ശിഷ്യോത്തമനായി ഒരു ഗുരുവെപ്പോലെ ആക്കി തീർക്കണം. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ്. നമുക്ക് സാധാരണ രക്തബന്ധം, വിവാഹബന്ധം, സൗഹൃദബന്ധം എന്ന 3 ബന്ധമാണുള്ളത്. ഈ 3 എണ്ണത്തിനെയും അതിശയിക്കുന്നതാണ് ഗുരുശിഷ്യബന്ധം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി സമർപ്പണം ചെയ്ത്, അവനവനെ തന്നെ സമർപ്പണം ചെയ്ത് എന്നെ സ്വീകരിച്ച് നയിക്കണം എന്നിങ്ങനെ നാം പറയുകയാണെങ്കിൽ അത് നമ്മുടെ 2ാമത്തെ ജന്മമാണ് ഒരു നിലയ്ക്ക്. ആദ്യത്തെ ജന്മം മാതൃഗർഭത്തിൽ നിന്ന് ശരീരം ജനിച്ചു, നമുക്ക് അറിയില്ല. ഇതോ നാം ഐച്ഛികമായി ഗുരുവിൻ്റെ ഹസ്തങ്ങളിൽ എനിക്കൊരു പുതിയ ജന്മം നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതാണ് ശരിയായ ജന്മം, അല്ലെങ്കിൽ 2ാം ജന്മം. വളരെ വിശേഷപ്പെട്ടതാണ്. ആ ശിഷ്യനെ സ്വീകരിച്ച് ഗുരു എന്തു ചെയ്യും? രാപ്പകൽ എന്ന് തന്നെ പറയണം. അദ്ദേഹത്തെ പ്രബുദ്ധമാക്കാൻ വേണ്ടി സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ശങ്കരാചാര്യൻ പറയുകയാണ് ശതശ്ലോകിയിൽ, ദൃഷ്ടാന്തോ നൈവ ദൃഷ്ടഃ ത്രിഭുവനജഠരേ സദ്ഗുരോർജ്ഞാനധാതു സ്പർശശ്ചേത്തത്ര കൽപ്യഃ സനയതി യദഹോ സ്വർണതാമശ്മസാരം ന സ്പർശത്വം തഥാപി ശ്രിതചരണയുഗേ സദ്ഗുരു സ്വീയശിഷ്യേ സ്വീയം സാമ്യം വിധത്തെ ഭവതി നിരുപമഃ തേന വാ അലൗകികോപി. ആദ്യത്തെ ശ്ലോക എത്ര വിശേഷപ്പെട്ടൊരു ശ്ലോകമാണെന്നറിയോ? ഈ സദ്ഗുരുവിനെ ഉദാഹരിക്കാനോ ഉപമിക്കാനോ ആയി 3 ലോകത്തിലും ഞാൻ ഒന്നിനെയും കാണുന്നില്ല. ദൃഷ്ടാന്തോ നൈവ ദൃഷ്ടഃ ത്രിഭുവന ജഠരേ എന്നാ പറയണേ. ഒരു സ്ഥലത്തും ഒന്നുമില്ല ശരിക്കൊരു ഉപമയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്താ അങ്ങനെ പറയണത്? സദ്ഗുരു ശിഷ്യനിൽ വരുത്തുന്ന മാറ്റം വളരെ വിശേഷപ്പെട്ടതാണ്. അജ്ഞാനം മുഴുവനും നീങ്ങി ജ്ഞാനമുണ്ടാവുന്നു, കേവലജ്ഞാനനിഷ്ഠയൊക്കെ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതേമാതിരി നമുക്കൊരു പാരസമണി എന്നൊരു മണിയുണ്ടല്ലോ, അതുകൊണ്ട് തൊട്ടതൊക്കെ സ്വർണമായി തീരും. എന്തിനെ തൊട്ടാലും, കല്ലിനെയോ മണ്ണിനെയോ മരോ ലോഹോ എന്തിനെ തൊട്ടു അത് സ്വർണവും. അങ്ങനെയുള്ള ഒരു വലിയ പ്രകടമായ ഒരു വ്യത്യാസം വരുത്തുന്നു. അതും സ്വർണമാണ്, കരിക്കട്ടയല്ല ആവുന്നത്. അത് ഉദാഹരിക്കാമോ എന്ന് വിചാരിച്ചാൽ ശരിയാവണില്ല. പാരസമണി എന്ത് ചെയ്യണു? തൊട്ടതിനെയൊക്കെ സ്വർണമേ ആക്കുന്നുള്ളൂ, അത് പാരസമണിയാക്കുന്നില്ലല്ലോ. എന്താ നിങ്ങൾ മിണ്ടാതെ? കയ്യിലുള്ളതെല്ലാം കൊടുത്താലും തന്നെപ്പോലെ ആവണമെങ്കിൽ താൻ തന്നെ കൊടുക്കണം, തന്നെ കൊടുക്കണം. പാരസമണി അങ്ങനെ ചെയ്യുന്നില്ല. എന്നാൽ സദ്ഗുരു എന്താ ചെയ്യുന്നത്? സ്വീയം സാമ്യം വിധത്തെ. തന്നെ അഭയം പ്രാപിച്ച് ആശ്രയിച്ചിരിക്കുന്ന ശിഷ്യന് സ്വീയം സാമ്യം വിധത്തെ, തനിക്ക് സമാനമായിട്ടുള്ള ഒരവസ്ഥയും ഒരു ദശയും ഒരു നിലയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. താൻ എങ്ങനെ ജ്ഞാനിയോ അതുപോലെ ജ്ഞാനിയാക്കി കൊടുക്കും. തനിക്ക് എന്തെല്ലാം അറിയുമോ അത് മുഴുവനും പറഞ്ഞു കൊടുക്കണം. ഈ ഗുരുസ്ഥാനങ്ങളിലൊക്കെ എന്താ? ഗുരു കാലക്രമത്തിൽ കാലമാകും, മഹാസമാധിയാകും. അപ്പോൾ ആ സ്ഥാനത്ത് ശിഷ്യൻ ഒരാൾ ആ ഗുരുവിൻ്റെ സ്ഥാനം നിർവഹിച്ചു കൊണ്ട് കൂടും.
പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ശിഷ്യനെയാണ് ഗുരുവായിട്ട്. അപ്പം മുമ്പിലത്തെ ഗുരു എങ്ങനെയാണോ തൻ്റെ സ്ഥാനം നിർവഹിച്ചു പോകുന്നത്, ദൗത്യം നിർവഹിച്ചത്, അതുപോലെ ശിഷ്യനും നിർവഹിക്കാൻ തുടങ്ങി. അദ്ദേഹവും ഒരു സദ്ഗുരുവാകും. അങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യങ്ങളിലൊക്കെ കാണുന്നത്. നമ്മുടെ ഈ തെക്കേമഠം പത്മപാദനോട് കൂടി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര കൊല്ലമായി? 1200 1300 കൊല്ലമായി അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടി വരികയാണ്. ഈ സന്യാസ പാരമ്പര്യം ലോകത്തിലൊരു വിശേഷമുണ്ട്. രാജവംശമെല്ലാം അറ്റുപോകുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? രാജവംശം അറ്റുപോകുന്നു. കൃഷ്ണൻ്റെ വംശമോ രാമൻ്റെ വംശമോ വേറെ ഒരു വംശമോ ഇവിടെ ഇല്ല. ഒക്കെ പോയി നാമാവശേഷമായി. എന്നാൽ ഋഷിവംശങ്ങൾ, ഗോത്രങ്ങൾ ഇന്നും തുടരുന്നു. ഞാൻ ശ്രീവത്സ ഗോത്രക്കാരനാണ്, ഞാൻ കൗണ്ഡിന്യ ഗോത്രക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോത്രമുള്ളവർ പ്രണമിക്കുക. തൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമസ്കരിക്കുക. അപ്പോൾ ആ ഗോത്രങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടല്ലോ. വസിഷ്ഠ ഗോത്രം എന്നൊരു ഗോത്രമുണ്ട്. ആ വസിഷ്ഠൻ്റെ ആ പാരമ്പര്യത്തിൽ വന്നത് അത് നിലനിൽക്കണു. അധികാരം കൈയാളിക്കൊണ്ടിരുന്ന ബയോളോജിക്കൽ വംശം, ജൈവവംശ പരമ്പരയുണ്ടല്ലോ, അതെല്ലാം അറ്റുപോയി. ഇതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ വിശേഷത. നിങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം. The entire royal dynasties, however famous they were, all of them have become extinct. On the other hand, the spiritual splendor attained by a few seekers and knowers, ആ പാരമ്പര്യം they have been able to impart it in full measure to the disciples, as a result of which the disciples also rose to the same position and the parampara continues. നോക്കൂ അതിൻ്റെ മഹിമ. വിദ്യയ്ക്ക് മാത്രമേ ആ സ്ഥാനമുള്ളൂ. വിദ്യ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് വല്ല നിഷ്ഠയോ നിയന്ത്രണമോ വേണമെങ്കിൽ അതൊക്കെ വരുത്തണം. അതാണ് ഈ ദ്രോണൻ ഏകലവ്യൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം ഗുരുവിൻ്റെ അടുത്തുണ്ടാവും. ലോകത്തിൻ്റെ വ്യവസ്ഥ മുഴുവനും മാറ്റിയതിനെ ഏകലവ്യൻ. ഗുരു നിഷേധിച്ചിട്ടും ഗുരുവിൻ്റെ ഒരു മൺപ്രതിമ ഉണ്ടാക്കി വെച്ച് സ്വയം അഭ്യസിച്ച് അർജുനനേക്കാൾ നിപുണനായി എന്ന് വരുമ്പോൾ ഗുരു പഠിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? പക്ഷേ ആ ഏകലവ്യന് സ്വാഭാവികമായി കുരുവംശത്തോടൊരു എതിർപ്പുണ്ടായിരുന്നു. അതാണ് അവിടെ തകരാറ്. അത് അറിഞ്ഞുകൊണ്ട് ദ്രോണൻ റിഫ്യൂസ് ചെയ്തോ തിരസ്കരിച്ചോ എന്താണെന്നറിയില്ല. ശിഷ്യൻ എന്ത് ചെയ്തു? അങ്ങയുടെ തിരസ്കാരം ഞാൻ തിരസ്കരിക്കുന്നു, പ്രണമിച്ചു പോയി. എനിക്ക് അങ്ങ് തന്നെയാ ഗുരു, എന്നെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും. മണ്ണിൻ്റെ പ്രതിമയുണ്ടാക്കി വച്ച് അദ്ദേഹം സ്വയം അഭ്യസിച്ച് ആ അഭ്യാസം കൊണ്ട് ഏറ്റവും മികച്ച ശിഷ്യനായ അർജുനനെ പോലും അതിശയിക്കുമാറാണ് വളർന്ന് വികസിച്ച് മികവ് വന്നത്. എവിടെ പോയി ഈ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ വിശേഷപ്പെട്ടതാണ് ഈ വിദ്യാവംശം. അത് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ അഷ്ടാവക്ര സംഹിത എന്താ ഇവിടെ പറയണത്? സ്വീയം സാമ്യം വിധത്തെ എന്ന് പറഞ്ഞില്ലേ? ഭവതി നിരുപമ. അതുകൊണ്ടത് നിരുപമമാണ്. തേനവാ അലൗകികോപി. അതുകൊണ്ടത് സൂപ്രാ വേൾഡിയാണ്, അലൗകികമാണ്. ലോകത്തിൽ ഒരു ദൃഷ്ടാന്തവും അതിനില്ല. ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്നത് എന്ത്, എങ്ങനെ, എപ്പോ എന്നൊന്നും പറയാൻ. അപ്പോൾ ജനക മഹാരാജാവ് പറഞ്ഞതൊക്കെ കേട്ടിട്ട് അഷ്ടാവക്ര മഹർഷി മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്. ആ പറഞ്ഞത് വെച്ച് ആലോചിച്ച് നോക്കി എന്തെല്ലാം പഴുവുകളോ മുൻകരുതലുകളോ ഉണ്ടോ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യനെ തിരുത്തി കൊണ്ടുവരുന്നത്. ആ സമയത്ത് മുഖം ചുളിയരുത്. ഇത് അതിസൂക്ഷ്മമായിരിക്കുന്ന ഉൾവിദ്യയാണ്. ടെലിസ്കോപ്പോ മൈക്രോസ്കോപ്പോ എടുത്ത് നോക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു അധ്യായം വളരെ വിശേഷപ്പെട്ടതാണ്. അടുത്തതും അഷ്ടാവക്രൻ പറയാണ്, അവിനാശിനമാത്മാനം ഏകം വിജ്ഞായ തത്വതഃ തവാത്മജ്ഞസ്യ ധീരസ്യ കഥമർത്ഥാർജനേ രതിഃ
എന്തെന്ന് മൈക്കിനൊരു ഇന്നലത്തെ മാതിരിയല്ലല്ലോ, എന്ത് പറ്റിയപ്പാ? ക്ഷീണം തോന്നുന്നു. അവിനാശിനമാത്മാനം അവിനാശിനമാത്മാനം ഏകം വിജ്ഞായ തത്വതഃ ഏകം വിജ്ഞായ തത്വതഃ തവാത്മജ്ഞസ്യ ധീരസ്യ തവാത്മജ്ഞസ്യ ധീരസ്യ കഥമർത്ഥാർജനേ രതിഃ. കഥമർത്ഥാർജനേ രതിഃ. ജനക നോക്കൂ, ഇത്ര നേരം എന്നോട് പറഞ്ഞത് എന്താ? തനിക്കുണ്ടായ ആ ആത്മജ്ഞാനം, ആത്മദർശനം, ആത്മാനുഭവം, ആ ആത്മാനുഭവത്തിൽ ആറാടുന്ന ഒരാളായിട്ടാണ് എനിക്ക് മുൻപിൽ അവതരണം നടത്തിയത്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഇതിങ്ങനെ പറഞ്ഞു തീർക്കാൻ മാത്രമുള്ളതാണോ, അതോ ആ പറയുന്നതിനനുസരിച്ച് നമുക്ക് ആ ഉള്ള അനുഭവം, ആ അനുഭവത്തിൻ്റെ പാരമ്യതയിലെത്തണം എന്നും കൂടി ഉണ്ടോ? അവിനാശിനമാത്മാനം ഏകം വിജ്ഞായ തത്വതഃ. അവിനാശിനം, നാശമില്ലാത്തത്, ആത്മാനം, ആത്മാ. തൻ്റെ ശരീരം നശിക്കുന്നതാണ്, മനസ്സും ബുദ്ധിയും നശിക്കുന്നതാണ്, എല്ലാം തന്നെ തകരാറ് വരുന്നതാണ്. പക്ഷേ ഈ തകരാറുകളെയൊക്കെ അതിജീവിച്ച് നശിക്കാതെ ജന്മം മുതൽ മരണം വരെ നമുക്ക് അനുഭവം നൽകിക്കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന ആ ഉൾസത്യമുണ്ടല്ലോ, ആ ഉൾപരമത, പാരമ്യത, അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെയാ? ഒന്നാണ്. ഒന്നെന്ന് പറയുമ്പോൾ രണ്ടില്ല. ഞാനെന്ന് സൂചിപ്പിക്കുന്നത് എന്തോ ആ ഒന്നിനെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അതിന് താഴെയേ ഉള്ളൂ, അത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ പ്രതിഫലനം, ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇവരിങ്ങനെ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, സർവ്വ സ്ഥലത്തു നിന്നും പകർപ്പെടുക്കാൻ. അങ്ങനെ പകർത്തിയെടുക്കുന്നതിൽ ഒരെണ്ണം കോൺസ്റ്റൻ്റായിട്ട് നിൽക്കണു. അതാണ് ആ ക്യാമറയിലുള്ള ചില്ലും ലെൻസും ഒക്കെ. ഈ ഉദാഹരണം ശരിയല്ല, എന്നാലും സഹായിക്കാം. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം മുഴുവനും പ്രതിഫലിപ്പിക്കുന്ന നമ്മുടെ ചിത്തുണ്ടല്ലോ, ചിത്തം, അതൊന്നേ ഉള്ളൂ. അത് എല്ലാവരിലും ഒരുപോലെയാണ്, ഒന്നാണ്. അങ്ങനെ ഒന്നു മാത്രമായി വിരാജിക്കുന്ന ആ ആത്മതത്വത്തെ താത്വികമായി മനസ്സിലാക്കിയതിന് ശേഷം വിജ്ഞായ തത്വതഃ. പറഞ്ഞ ഭാഷയിൽ നല്ല ഗ്രഹണമുണ്ടെന്ന് തോന്നും, എല്ലാം നല്ല പോലെ മനസ്സിലാക്കി എന്നാണ് പറയണത്. അങ്ങനെ പറയുന്നുണ്ടല്ലോ താത്വികമായി. അങ്ങനെയുള്ള അങ്ങ് പറയാണ് തവ ആത്മജ്ഞസ്യ. അഷ്ടാവക്രം തന്നെ സംബോധന ചെയ്യണു ആരെ? ജനക മഹാരാജാവിനെ. ആത്മജ്ഞാനിയായിരിക്കുന്ന അങ്ങയ്ക്ക്, ധീരസ്യ, നല്ല ബുദ്ധിമാനായ അങ്ങയ്ക്ക്, കഥം, എങ്ങനെയാണ്, അർത്ഥാർജനേ രതിഃ, ധനം ശേഖരിക്കാനുള്ള താല്പര്യം. കേട്ടുവോ നിങ്ങൾ? ഇല്ല. ആത്മാവിനെ അറിഞ്ഞതിന് ശേഷം സ്വർണത്തിൻ്റെ പിന്നാലെ പോവാ, ആനയുടെയും കൊമ്പിൻ്റെയും പിന്നാലെ പോവാ. ആത്മാവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഒന്നേ ഉള്ളൂ, ആ ഒന്നിനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഉണരുന്നു എന്നാണ് അർത്ഥം. I have known, I have experienced, I have realized the only presence and reality in the world, and I have experienced it as myself. ഞാൻ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, വേറെ ഒന്നുമില്ല. എന്നെ കവച്ചു വയ്ക്കുന്നതോ അതിശയിക്കുന്നതോ എന്നെ താണ്ടിക്കിടക്കുന്നതോ ആയ ഒന്നുമില്ല അവിടെ. അതിൻ്റെ പ്രതിഫലനങ്ങളോ പ്രതിബിംബങ്ങളോ ഒക്കെയാണ് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ബാക്കിയുള്ളത്? ആ മനസ്സിലൊരാശ പുറപ്പെടുമോ? അതിലൊരാഗ്രഹം ഉണ്ടാവുമോ? അത് തന്നെത്താനെ മനുഷ്യന് വേണ്ട ധന്യത മുഴുവനും പ്രദാനം ചെയ്യും. അങ്ങനെയുള്ള ആത്മജ്ഞൻ, ആത്മാവിനെ അറിഞ്ഞവൻ എന്തെങ്കിലും തരത്തിൽ ധനത്തിന് വേണ്ടിയിട്ടോ മറ്റു പ്രകാരത്തിലോ യുദ്ധം ചെയ്യേ, ലോകവസ്തുക്കൾ ശേഖരിക്കുകയോ ഒക്കെ ചെയ്യില്ല. എങ്ങനെയാണ് ഈ അർത്ഥാർജനേ രതി,
രതിഹി എന്ന് പറഞ്ഞാൽ താത്പര്യം. അർത്ഥം ആർജിക്കുന്നതിൽ ആ ആൾക്ക് എങ്ങനെയാണ് രതി ഉണ്ടാവുക? ജനക മഹാരാജാവിൻ്റെ വിചാരത്തിലും വ്യവഹാരത്തിലുമുള്ള പൊരുത്തക്കേട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്ര നാളും അങ്ങ് സിംഹാസനത്തിൽ ഇരുന്നു പോന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അങ്ങയ്ക്കൊരു രാജബോധം തന്നെ പറ്റിയിട്ടുണ്ട്, ഞാൻ രാജാവാണെന്ന്. ആ ബോധത്തിൻ്റെ കീഴിൽ അങ്ങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിന് പ്രസക്തിയുണ്ടോ? ആത്മജ്ഞാനിയാണെങ്കിൽ ആ ആത്മജ്ഞാനം തന്നെ അങ്ങയുടെ മനസ്സിനെ നിറയ്ക്കില്ലേ, ബുദ്ധിയെ നിറയ്ക്കില്ലേ? മനസ്സിലുള്ള ആശകളെല്ലാം ഇല്ലാതെയാവുമല്ലോ. ആശ ഇല്ലാതാവുന്നതും ആത്മജ്ഞാനം കൈവരുന്നതും രണ്ടും തുല്യമാണ്. എത്രത്തോളം ജ്ഞാനം കൈവന്നോ അത്രത്തോളം ആശകൾ പോകും. ആശകൾ എത്രത്തോളം പോയോ അത്രത്തോളം ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. ഇത് രണ്ടും സമാനങ്ങളാണ്. പക്ഷേ അങ്ങയിൽ കാണുന്ന ഈ അർത്ഥാർജന രതി എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പിച്ചത്തരം, ഏഴത്തം സമ്മതിക്കില്ല. ആത്മജൻ എന്ന് പറഞ്ഞാൽ ധന്യൻ. ആ ആൾക്ക് ഒന്നും വേണ്ട. നിങ്ങൾ നാരണത്ത് ഭ്രാന്തനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രനായി സഞ്ചരിക്കും. ചിലപ്പോൾ ഉണ്ടാകുന്ന മതി അവിടെ വെറുതെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ സഞ്ചരിച്ച് ഒരു ദിവസം രാത്രിയായി ചെന്നപ്പോൾ കുറേ തീ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എൻ്റെ കയ്യിലൊരു പാത്രമുണ്ട്, കുറച്ച് ഭക്ഷണ സാധനങ്ങളുണ്ട്, അവിടെ പോയി അത് വേവിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു. അഗ്നി വേണമല്ലോ. അവിടെ കയറി ചെന്നു. രാത്രിയാണ്, ഇരുട്ടാണ്, ഏത് സ്ഥലം എന്താണെന്നൊന്നും അറിയില്ല. വല്ല വിധവും അവിടെ ചെന്ന് 3 കല്ല് എടുത്ത് പറക്കി വെച്ച് അതിൻ്റെ മുകളിൽ തൻ്റെ കയ്യിലുള്ള കലം വെച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ പുറപ്പെട്ടിരിക്കുക. ഭക്ഷണം കഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അവിടെ ശ്മശാനമായിരുന്നു. ശവം ദഹിപ്പിച്ച ദിവസമാണ്. അവിടെ ആർക്കാ സ്ഥാനം? ഭദ്രകാളിക്ക്. ഭദ്രകാളി വന്നു. അവരുടെ നൃത്തവും കൂത്തുമൊക്കെ അവിടെ നടത്തി, അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാനൊക്കെ. അപ്പോൾ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ തടസ്സമായിട്ട് നിൽക്കണു. തനിക്ക് സ്വതന്ത്രമായി കുറച്ച് നൃത്തം ചെയ്യാനും കൂത്ത് കാണിക്കാനും ഒന്നും പറ്റാത്തൊരു തടസ്സം വന്നുല്ലോ എന്ന് പറഞ്ഞ്, ആരാത്? ഞാനാ, നാരായണൻ. എന്താ അവിടെ? ഞാൻ വഴി നടന്ന് എനിക്ക് കുറച്ച് വിശപ്പ് തോന്നി. കയ്യിൽ കുറച്ച് അരി ഉണ്ടായിരുന്നു, അത് തിളപ്പിച്ച് പാകം ചെയ്ത് കഴിക്കാൻ ഇവിടെ വന്നതാ. തനിക്കറിയില്ലേ ഞാൻ ഭദ്രകാളിയാണ്? ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തായാലും നേരെ വന്നില്ലേ, വലിയ നല്ല കാര്യം. എനിക്കൊരു കൃതജ്ഞതയുമുണ്ട്. ഇതൊന്നും പറഞ്ഞുകൊണ്ട് പറ്റില്ല, ഇവിടുന്ന് പോകണം. പോവാനല്ലല്ലോ ഞാൻ വന്നത്, ഇവിടെ ഇരിക്കൂല. എനിക്ക് ഈ ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് വേണ്ടി വന്നാൽ കുറച്ച് നേരം വിശ്രമിക്കും. ചിലപ്പോൾ വെളുപ്പംകാലം ആവുമോയെന്ന് അറിയില്ല പോവാൻ എന്ന് പറഞ്ഞു. ആയി, ഞാനോ എൻ്റെ രൂപമെടുത്തങ്ങോട്ട് കാണിച്ച് പേടിപ്പിക്കും. രൂപം കാണിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്, ഭയമല്ല. കുറേ കാലമായി കാണണമെന്ന് വിചാരിച്ച് അങ്ങനെ വിശ്വരൂപമെടുത്ത് കാട്ടി ചിരിച്ചു നോക്കി. പറഞ്ഞത് ശരി തന്നെയല്ലേ, ഭദ്രകാളി ഉണ്ടല്ലേ, ശരി, കണ്ടത് നന്നായി. എല്ലാവരോടും പറയാലോ ഇനി ഒരു ഭദ്രകാളിയെ ഞാൻ കണ്ടുമുട്ടിയെന്ന്. പേടിക്കണില്ല ആ നാരണത്ത് ഭ്രാന്തൻ കണ്ടപ്പോൾ ഭദ്രകാളി കീഴടങ്ങി. അയ്യോ, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായി കണ്ടതാ. അതുകൊണ്ട് ഞാനൊരു വരം തരാം, മേടിക്കൂ. എനിക്ക് ഒരൊറ്റ വരവും വേണ്ടാന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വരവും വേണ്ടാന്ന്. ഇതെന്ത് ഗ്രഹപ്പഴയാപ്പാ പൊല്ലാപ്പ്. ഞാൻ വരം കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൊതിച്ചു മേടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ വേണ്ടാന്നാ പറയണേ. അപ്പം എൻ്റെ ദാനം പോലും വരദാനം പോലും വേണ്ടാന്ന് പറയാനുള്ള ഒരു മികവ് ഈ മനുഷ്യനെ എങ്ങനെയാപ്പാ? അയ്യോ, അങ്ങനെ പറയരുതേ, അതെനിക്ക് അപമാനമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരം ചോദിച്ചു മേടിക്കൂ എന്ന് പറഞ്ഞു അത്രേ. അപ്പം കാലിൽ മന്തുണ്ട്, ഈ മന്തൊന്നും ഇല്ലാതെയാക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭദ്രകാളി പറയുക, അതിൽ മാത്രം ഇടപെടാൻ എനിക്ക് പറ്റില്ല. കർമ്മബന്ധം കൊണ്ട് വരുന്നതാണ് ഈ വക കാര്യങ്ങളൊക്കെ. അത് ലോകത്തിലുള്ള ഒരു നിയമം വ്യവസ്ഥയാണ്, അതിലെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓ,
പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ ആയസ് ഒരു ദിവസം ഒന്ന് കൂട്ടിത്തരുമോ? അയ്യോ, പറ്റില്ല. എല്ലാവരും എത്ര ദിവസം എത്ര മണിക്കൂർ ജീവിക്കും എന്നുള്ളതിനൊരു പ്രമാണമുണ്ട്. അത് വിട്ട് കൂട്ടാനും കുറയ്ക്കാനും കൂട്ടാൻ പറ്റില്ല. എന്നാൽ ഒരു ദിവസം കുറച്ച് തരുമോ? അയ്യോ, അതും പറ്റില്ല. ഭദ്രകാളിക്ക് അടിക്കടി തോൽവി തന്നെ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ. അവസാനം പറഞ്ഞു, ഇനി പിന്നെ നിങ്ങൾക്ക് വരം തരണം, എനിക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്താ പറയുക? ഈ മന്തില്ലാതെ ആക്കുമോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ വലത്തെ കാലിലത്തെ മന്ത് ഇടത്തെ കാലിലാക്കിയാൽ കുഴപ്പമില്ലല്ലോ. അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത്രേ, ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതിയല്ലോ. വലത്തെ കാലിലത്തെ മന്ത് ഇടത്തെ കാലിലാക്കിയിട്ട് പോയി എന്ന്. ഇതാണ് നടന്ന സംഭവം. അത് അപ്പം ഈ ആത്മജ്ഞത, ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താ? അതിനെ കവച്ചു വയ്ക്കാൻ ലോകത്തിലൊന്നുമില്ല. അങ്ങനെ തത്വജ്ഞനോ വിജ്ഞനോ ആത്മജ്ഞനോ ആയ ഒരാൾക്ക് ഒന്നിനോടും ആശയുണ്ടാവില്ല. നേരെ മറിച്ച് ജനക മഹാരാജാവിന് ധനശേഖരണത്തിൽ ഇപ്പോഴും ആശയുണ്ട്. അതെങ്ങനെ പൊരുന്നും എന്നാണ് ചോദിക്കുന്നത്. അജ്ഞന്മാരും വിജ്ഞന്മാരും തമ്മിലുള്ള വ്യത്യാസം, പൊരുത്തക്കേടല്ല, വ്യത്യാസം എന്താണെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുക. സാധാരണ നമ്മളെല്ലാവരും പറയും, ജ്ഞാനി ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുമെന്ന്. മിണ്ടാതിരിക്കുന്നവരല്ല, കൂടുതൽ പ്രവർത്തിക്കും. സാധാരണക്കാർക്ക് പ്രവർത്തിക്കാൻ ഒരു ചെറിയ ഇടുങ്ങിയ മനസ്സാണ് ഉള്ളത്. ആ മനസ്സിൻ്റെ ഇടുക്കമൊക്കെ പോയി വികാസം വന്നു എന്നിരിക്കട്ടെ. ഒരു ഇത്രയുള്ള മനസ്സുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്താൽ അതിന് എത്രത്തോളം സാഫല്യം, ശക്തിയുണ്ടോ? ഇത്രയുള്ളൊരു മനസ്സുകൊണ്ട് ചെയ്താലോ കൂടുതലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, മികവ് കൂടുതലാണ്, അതിനുള്ള പ്രേരണയും കൂടുതലാണ്. അങ്ങനെയുള്ളവരെയാണ് വസുധൈവ കുടുംബകം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ കുടുംബം തൻ്റെ രക്തത്തോടോ വിവാഹത്തോടോ ബന്ധപ്പെട്ട ആൾക്കാരടങ്ങുന്ന കുടുംബത്തോടാണ് കുടുംബബോധം. എന്നാൽ ജ്ഞാനികൾക്കോ എല്ലാം തന്നെ എൻ്റെ കുടുംബമാണ്. ഒരു രാജാവിന് രാജ്യം മുഴുവനും തൻ്റെ കുടുംബമാണ്, പ്രജകളൊക്കെ കുടുംബാംഗങ്ങളാണ്. അതുമാതിരി വസുധൈവ കുടുംബകം എന്ന് പറയുന്ന പ്രാവർത്തിക വികാസം മനസ്സിലുണ്ടാവുന്നു. അതാണ് അവർക്കുള്ള പ്രത്യേകത. പ്രവൃത്തി മേഖലയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. സാധാരണക്കാർക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രവൃത്തി ദുർഗ്രഹമാകാം. അതുകൊണ്ട് അഷ്ടാവക്രൻ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലൊരു ശ്ലോകമുണ്ട്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്, സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ്തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. അർജുൻ ഇവിടെ വന്ന് ഈ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ, ഇത് സ്വയം ജയിച്ച് ഞാൻ ജയിച്ചു എന്ന് പറയാനല്ല അവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് ലോകസംഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ദുര്യോധനെ പോലെയുള്ള ആൾക്കാർ രാജ്യം ഭരിച്ചാൽ സ്വന്തം കുടുംബത്തിൽ ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ടോ അതുതന്നെയാണ് രാജ്യകുടുംബത്തിനും ചെയ്യുക. അങ്ങനെയുള്ളവരെ നേരിടാൻ സാധാരണ പ്രജകൾക്ക് പറ്റില്ല. അങ്ങനത്തെവരെ നേരിടണമെങ്കിൽ ആര് വേണം? നേരിടണമെങ്കിൽ അതേപോലെയുള്ള ആൾക്കാർ വേണം. ദുര്യോധനൻ രാജപുത്രനാണ്, ക്ഷത്രിയനാണ്. ആ ക്ഷത്രിയനെ നേരിടാൻ സമാന ക്ഷത്രിയന്മാർ വേണം. അപ്പം നിങ്ങൾ പോലും ദുര്യോധനെ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? തൻ്റെ കുടുംബത്തിൻ്റെ ആ മത്തും പ്രൗഢിയുമൊക്കെ നിലനിർത്തി പോന്നാൽ സമുദ്രം കരകവിഞ്ഞൊഴുകുന്നത് പോലെ സമാജത്തിനെ മുഴുവൻ നശിപ്പിക്കും. അതിനാൽ ഞാൻ എൻ്റെ വംശത്തെ തന്നെ നശിപ്പിച്ച് അതിൻ്റെ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഞാനും എൻ്റെ ശരീരം വിട്ടുകളയാം എന്ന് പറഞ്ഞാണ് ബ്രഹ്മാവിനെ മടക്കി അയച്ചത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് കേൾക്കണപ്പ. മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ധാരണയുടെയും മാനം, മഹിമ, ഡയമെൻഷൻ എത്രയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. കിണർ മനുഷ്യരായിരിക്കരുത്, തടാക മനുഷ്യരെങ്കിലും ആവട്ടെ. നിങ്ങളുടെ മനസ്സ് തടാകം പോലെ ആവട്ടെ, സമുദ്രം പോലെ ആകട്ടെ. അവസാനം ആകാശ സമമായി തീരണം നിങ്ങളുടെ മനസ്സ്. വസുധൈവ കുടുംബകം. അയം ബന്ധുരയം നേതി ഗണനാലഘുചേതസാം ഉദാരചരിതാനാം തു
വസുധൈവ കുടുംബകം. വസിഷ്ഠൻ ശ്രീരാമനെ പറഞ്ഞു ധരിപ്പിക്കുകയാണ് 16-ാമത്തെ വയസ്സിൽ. ആർക്ക്? രാമന്. അയം ബന്ധു അയം നേതി, ഇതെൻ്റെ ബന്ധുവാണ്, ഇതല്ല. അതുകൊണ്ട് ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ബന്ധുവിൻ്റെ ഇതിൽ സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്യണം. അയം നേതി, അതിനേക്കാൾ പഠിപ്പും യോഗ്യതയും പരിചയവുമുള്ള ആൾക്കാർ അപ്പുറത്തുണ്ട്, പക്ഷേ കൊടുക്കരുത്. ഈ ആളെ തന്നെ വയ്ക്കണം എന്ന് തോന്നുന്നുണ്ടല്ലോ. ആർക്ക്? ഈ മുത്തൻ ഗൃഹസ്ഥന്മാർക്കാണ് തോന്നുന്നത്. അയം ബന്ധുരയം നേതി ഗണനാലഘുചേതസാം. ചെറിയ മനസ്സുള്ളവർ, ലഘുമനസ്സുള്ളവർക്കാണ് അങ്ങനെ തോന്നുക. ഉദാരചരിതാനാം തു, ഉദാരമായ ജീവചരിത്രമാണ്, പ്രവർത്തന രീതിയാണെന്നുണ്ടെങ്കിലോ വസുധൈവ കുടുംബകം. ഈ കാണുന്ന ഭൂമി മുഴുവനും അവരുടെ കുടുംബമാണ്. ഭൂവിൻ്റെ സന്താനമായി എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ആ ആളുടെ കുടുംബത്തിൽപ്പെട്ടതാണെന്നൊരു തോന്നലാണ്. അപ്പം അങ്ങനെയുള്ള വിശാലത നമുക്ക് വേണം. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത. അർജുന, ഈ ജ്ഞാനമെല്ലാം കിട്ടി മനസ്സ് വികസിച്ചാലും നീ ഒരു കാര്യം വിചാരിക്കരുത്, മിണ്ടാതെ ഇരിക്കാൻ പറ്റുന്നു. എല്ലാം വിട്ട് സന്യസിക്കുക എന്ന് പറഞ്ഞ് പോകാൻ പുറപ്പെട്ടുല്ലോ. അങ്ങനെ കർമ്മങ്ങളെ ഉപേക്ഷിക്കുക സാധ്യമല്ല. അര സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതെ ഇരിക്കാൻ ഈ കർമ്മഭൂമിയായ ഭൂമി സമ്മതിക്കില്ല. ഈ അന്തരീക്ഷം അതിനുള്ളതല്ല. ചാവോളം പ്രവർത്തിക്കണം, ശരീരം മുഴുവോളം പ്രവർത്തിക്കണം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വീഴണം. കട്ടിൽ കടന്നിട്ടും ഇവിടെയും ഹുക്ക് ചെയ്തിട്ടല്ല. നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ് പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കിടന്നു മരിക്കരുത്, നടന്നു മരിക്കണം നമ്മൾ. ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട വിചാരം. അപ്പോൾ ഈ കർമ്മത്തിനോടും കർമ്മഫലത്തിനോടും വളരെയധികം ആസക്തി ഉള്ളവർ എങ്ങനെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുമോ അതേപോലെ വേണം. കുര്യാത് വിദ്വാൻ തഥാസക്ത. ജ്ഞാനി അറിവുള്ളവനും അതേപോലെ പ്രവർത്തിക്കണം ബാഹ്യമായി. പക്ഷേ എങ്ങനെ പ്രവർത്തിക്കണം? ചികീർഷു ലോകസംഗ്രഹം. ലോകസംഗ്രഹം ഇഷ്ടപ്പെട്ട ലോകം നന്നാവണം എന്ന് വിചാരിച്ച് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ ആ പ്രവൃത്തിക്ക് എന്ത് ഫലമുണ്ടോ അത് സമാജത്തിന്, ജനസമാജനത്തിനുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്, സംഭാവനയാണ് എന്ന് വിചാരിച്ച് പ്രവർത്തിക്കണം. എങ്ങനെ? അസക്ത. ഒന്നിലും ഒരു തരത്തിലുള്ള ചക്കമുളഞ്ഞും ബന്ധമൊന്നും ഉണ്ടാവരുത്. പുറത്തുനിന്ന് നോക്കിയാൽ രണ്ടുപേരും ഒരുപോലെയാണ്, പക്ഷെ ഉള്ളുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യത്യാസം മുഴുവനും. ഈ ജ്ഞാനവിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ അനുഭവത്തിലുമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ധാരാളം പേരില്ല. പലരും വന്ന് ഞങ്ങളോട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്താ ഒരു ക്ലാസ് എടുക്കാത്തതെന്നൊക്കെ ചോദിക്കും. ഞാൻ ഈ പബ്ലിക് ലെക്ചേഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ആശ്രമത്തിൽ വന്നാൽ ദീക്ഷ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് സമ്പ്രദായം. പക്ഷെ ഞാനും എൻ്റെ കൂടെയുള്ള സന്യാസിമാരും ഞങ്ങൾ പരിഗണിച്ചപ്പോൾ ഓരോരുത്തർ വന്ന് പറയുമ്പോൾ ഞങ്ങൾ ആലോചിക്കും, ഈ ബ്രഹ്മവിദ്യ ഇങ്ങനെ തിയററ്റിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് 2, 3, 4 കൊല്ലം കഴിഞ്ഞാൽ പരീക്ഷ പാസ്സായി ഒരു സർട്ടിഫിക്കറ്റ് തരാം, പോയി പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു പോകേണ്ടതാണോ ഇത്? ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും അത് സമ്മതം തോന്നില്ല. സാധാരണ ഒരു BA, MA എന്തെങ്കിലും പ്രാക്ടിക്കൽ ട്രെയിനിങ് കോഴ്സ് ഇതൊക്കെ കഴിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് പറഞ്ഞയക്കുന്ന മാതിരി പഠിപ്പിക്കാൻ പറ്റില്ല. അത് ഓൾ ദി അതർ നോളേജ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി ഓബ്ജക്ട്സ് ഓഫ് ദ വേൾഡ്. വിഷയജ്ഞാനമാണ് ബാക്കിയുള്ളതെല്ലാം, ബാഹ്യവിഷയങ്ങളെക്കുറിച്ച്. ഇത് വിഷയജ്ഞാനമാണ്. വിഷയങ്ങളെ ഗ്രഹിക്കുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതിനപ്പുറത്തുള്ള ഞാൻ എന്ന ആ തലത്തിലുള്ള ജ്ഞാനമാണ്. അത് അവനവന് അനുഭവം വന്ന് അവനവന് തൃപ്തി വരണം. അങ്ങനെ വന്നാൽ അനുഭവ ബലത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളെ എടുത്ത് പറയുന്നതിന് വിരോധമില്ല. ഇതാണ് ഞങ്ങളുടെ തീരുമാനമുണ്ടായത്. പലരും വന്ന് പലതരത്തിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സംസാരത്തിനുള്ള ആ അപൂർണത കൊണ്ട് എന്താണോ വിഷമം വരിക എന്നുള്ളതും ഒരു ഉത്കണ്ഠയ്ക്ക് കാരണമാണ്. ഈ അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ജനക മഹാരാജാവ് വലിയ ജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തെ ജ്ഞാനിയാക്കിയതും
അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്തതും അതിലുള്ള തെറ്റുകളും കറകളും കുറകളും കാണിച്ചു കൊടുത്തതുമൊക്കെ അഷ്ടാവക്ര മഹർഷിയാണ്. എങ്ങനെ അത് നടക്കണമെന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ തവ ആത്മജ്ഞസ്യ ധീരസ്യ, അതിബുദ്ധിമാനും ധീരനുമായിരിക്കുന്ന അങ്ങയ്ക്ക് ആത്മജ്ഞാനം എന്നുള്ളതിൻ്റെ പേരിൽ എല്ലാ ആശകളും ആവശ്യങ്ങളും അടങ്ങണം, ഒതുങ്ങണം, അസ്തമിക്കണം. അതിൻ്റെ ഇടയിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയോ രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പുറപ്പെടരുത്. ജനക മഹാരാജാവേ, അങ്ങയുടെ വ്യവഹാരത്തിലും പറച്ചിലും ഞാൻ പ്രകടമായ വ്യത്യാസം കാണുന്നുണ്ട്. അത് ശരിയല്ല. അത് വളരെ നല്ല പോലെ ആലോചിച്ച് സ്വയം തിരുത്തിക്കൊള്ളൂ. ഞാൻ ഈ വിഷയത്തിൽ ഇനിയും എനിക്ക് പറയാൻ തോന്നുന്നു, പറയാം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ആത്മാജ്ഞാനാദഹോ പ്രീതി വിഷയഭ്രമഗോചരേ ശുക്തേരജ്ഞാനതോ ലോഭോ യഥാ രജതവിഭ്രമേ. ആത്മജ്ഞാനാദഹോ പ്രീതി വിഷയഭ്രമഗോചരേ ശുക്തേരജ്ഞാനതോ ലോഭോ യഥാ രജതവിഭ്രമേ. നോക്കൂ, ആ ജ്ഞാനം എങ്ങനെ പ്രകടമാകുന്നു, എവിടെയാണ് അതിൽ അപൂർണത, എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് എന്ന്. ആത്മാജ്ഞാനാദഹോ പ്രീതി. ആത്മാജ്ഞാനാദഹോ പ്രീതി. എന്ത് പറ്റി? മൈക്കില്ലേ? ആത്മാജ്ഞാനാദഹോ പ്രീതി. ആത്മാജ്ഞാനാദഹോ പ്രീതി. വിഷയഭ്രമഗോചരേ ശുക്തേരജ്ഞാനതോ ലോഭോ യഥാ രജതവിഭ്രമേ. ഇവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആത്മാനുഭൂതി തനിക്ക് സ്വയം സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയങ്ങളോടുള്ള രസം മനസ്സിലില്ലാതെയാവും. എല്ലാ സുഖങ്ങളും ഐന്ദ്രിയമാണ്. നചികേതസ് യമധർമ്മരാജാവോട് പറഞ്ഞതുപോലെ സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. എനിക്ക് നിറച്ച് ഭൂമി തരാം, ആനകളെ തരാം, കുതിരകളെ തരാം, ഡാൻസുകാരികളെ പാട്ടുകാരികളെ തരാം, അവർ നൃത്തം വയ്ക്കും, 100 കൊല്ലം ആയുസ്സും തരാം, വേണ്ടുവോളം ഭൂമി സമ്മാനിക്കാം, സന്തോഷമായിട്ടിരിക്കൂ എൻ്റെ പൊന്നു കുട്ടാ, എന്നോട് ചോദിക്കരുത് പരമാത്മാവിനെ പറ്റിയോ മരണരഹസ്യത്തെ പറ്റിയോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയല്ല, നിരുത്സാഹപ്പെടുത്താനാണ് പറഞ്ഞത്. അത് കേട്ടിട്ട് ആ കൊച്ചുകുട്ടി പറയുകയാണ്, അങ്ങ് പലതും തരാം എന്ന് പറയുന്നുണ്ടല്ലോ. ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭിസർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ഇതാണ് ഭാരതം. മുതിർന്നവർക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മളെ പഠിപ്പിക്കുമപ്പോൾ ആ കുട്ടി പറയാണ് യമധർമ്മരാജാവിൻ്റെ മുൻപിൽ യാതൊരു കൂസലും കൂടാതെ പറയണു, ശോഭാവാമർത്യസ്യ യദന്തകൈതത്. അങ്ങ് ആരാ? അന്തകനാ. അന്തകൻ്റെ ജോലി എന്താ? എപ്പോഴും കൊന്നുകൊണ്ടുപോവുക. ഇതല്ലേ അങ്ങയുടെ ജോലി. അപ്പം അങ്ങയുടെ പ്രവൃത്തി എപ്പോഴും ഉള്ളതിനെ ഇല്ലാതെയാക്കല. അങ്ങ് വാഴുന്ന ഈ ലോകത്തിൽ ഏതെങ്കിലും നാളെ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ലയാണ്. ശോഭാവ മർത്യസ്യ യദന്തകൈതത്. ആ ഉള്ള കാലം ഇത് അനുഭവിച്ചാൽ മനുഷ്യന് നേട്ടമോ കോട്ടമോ എന്ന് ചോദിച്ചാൽ സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. കണ്ണുകൊണ്ട് കൂടുതൽ കണ്ടാൽ കണ്ണിൻ്റെ തേജസ് കുറയും. ചെവി കൊണ്ട് കൂടുതൽ കേട്ടാൽ ചെകിടന്മാരാവും. ഇപ്പം ചിലരൊക്കെ വന്ന് പറയുക, ഒരു സ്വാദുമില്ല സ്വാമിജി ഭക്ഷണത്തിന്, ഒന്നുമില്ല, വെറുതെ വായിലിങ്ങനെ ഇടാം, ഒരു രുചിയും ഒരു സ്ഥാനവും ഇല്ല, ഭക്ഷണം കഴിക്കണം എന്ന് തന്നെ തോന്നണില്ല, വിശപ്പുണ്ടേനെന്ന്. എന്താ ഇപ്പം അങ്ങനെയായത്? തിന്നിട്ടാണ് അങ്ങനെയായത്, കണ്ടിട്ടാണ് മറിച്ചായത്.
കേട്ടിട്ടാ ചെകിടന്മാരായത്. അപ്പോൾ സർവേന്ദ്രിയാണാം ജരയന്തി തേജ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും തേജസ്സിനെ ജരിപ്പിക്കുന്നതാണ് ഈ ഐന്ദ്രിയ അനുഭവങ്ങൾ, സുഖം ഭോഗം എന്നൊക്കെ പറയുന്നത്. സുഖം ഭോഗം എന്നൊക്കെ പറയുന്നത് അതാണ്. അഭിസർവം ജീവിതമൽപമേവ, അങ്ങ് പറയണു 100 കൊല്ലം ഇവിടെ അങ്ങോട്ട് ജീവിച്ചോളൂ എന്ന്. ഇവിടെ 100 കൊല്ലം വല്ലതും ഉണ്ടോ? കാലത്തിൻ്റെ പ്രയാണത്തിൽ 100, 1000 എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരാമോ? ഒരു വലിയ വരവരയ്ക്കിൻ ആ കാലത്തിൻ്റെ നീളം പ്രതിനിധാനം ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ആ 100 കൊല്ലം ഒന്ന് കാണിച്ചു തരൂ, എത്ര ഉണ്ടാവുമെന്ന് ഗ്രാഫിൽ. എന്താ നിങ്ങൾ പറയണത്? ഇന്നലെ വരെ സുഭിക്ഷമായിട്ടുണ്ടു, ഇന്ന് വിശന്നു. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടതോ ഓർത്തിട്ട് വയറേ നീ ഒന്ന് നിറയെ എന്ന് പറഞ്ഞാൽ നിറയോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? സർവേന്ദ്രിയാണാം ജരയന്തി തേജ അഭിസർവം ജീവിതമൽപമേവ. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ, നമ്മുടെ ജീവിതം എന്തൊക്കെയോ അല്പം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, യമധർമ്മരാജാവേ, തവൈവ വാഹാസ്തവ നൃത്യഗീതേ, അങ്ങ് തരാമെന്ന് പറഞ്ഞ കുതിരകളും രഥങ്ങളും ബാക്കി എന്തെല്ലാം ഉണ്ടോ ആ കോപ്പുകളൊക്കെ അങ്ങയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരുന്നോട്ടെ. ഈ നചികേതസ്സിന് ആവശ്യമില്ലേ എന്ന് പറഞ്ഞ് തള്ളി അങ്ങോട്ട് കളഞ്ഞു. ഇതാണ് ഭാരതം. നിങ്ങൾ ഒരൊറ്റ ആൾ പേടിക്കരുത്, ഭയപ്പെടാതെ ജീവിക്കൂ. നമുക്കൊരു മനസ്സുണ്ട്, നമുക്കൊരു ബുദ്ധിയുണ്ട്, ഇതിനെ തട്ടി ഉണർത്താനുള്ള സാഹിത്യം നമുക്കുണ്ട്. പല പല ചരിത്രങ്ങളും നമ്മുടെ മുൻപിൽ ആ ചുരുളഴിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, ശ്രീമദ് ഭാഗവതമുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ബ്രഹ്മസൂത്രമുണ്ട്. ഇനി എന്തു വേണം നിങ്ങൾക്ക്? മേടിക്കിനപ്പ പുസ്തകങ്ങൾ വായിക്കേൻ. ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങളിതിന് ചെലവ് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ പുസ്തകം വായിച്ചുള്ള സത്സംഗം അനുഭവിക്കണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? ആത്മാജ്ഞാനാദഹോ പ്രീതി വിഷയഭ്രമഗോചരേ. ഈ കാണുന്ന വസ്തുക്കളിലുള്ള സന്തോഷം നമുക്ക് എങ്ങനെ ഉണ്ടാവണു? ഞാൻ ആര്, താൻ ആര് എന്ന് അറിയാത്തത് കൊണ്ടാണ്. ആത്മാവിനെ അജ്ഞാന അറിയാത്തത് കൊണ്ട് അഹോ പ്രീതി വിഷയഭ്രമഗോചരേ. ഈ ഇന്ദ്രിയങ്ങൾക്ക് 4 പാടുമുള്ള വസ്തുക്കളിൽ നമുക്ക് സന്തോഷം തോന്നുന്നത് ഈ ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ടാണ്. ഏതുപോലെ? ശുക്തേരജ്ഞാനതോ ലോഭോ യഥാ രജതവിഭ്രമേ. മുത്തുച്ചിപ്പി ഇങ്ങനെ വെള്ളി പോലെ ഇങ്ങനെ വിളങ്ങും മിന്നും. അതങ്ങോട്ട് കാണുമ്പോൾ ഇത്രയ്ക്ക് വെള്ളിയല്ലേ എന്ന് പറഞ്ഞ് എടുക്കാൻ പുറപ്പെടുകയാണ്. എന്താ കാരണം? അറിയാത്തത് കൊണ്ട്. അത് മുത്തുച്ചിപ്പിയാണെന്ന് മനസ്സിലാവണില്ല. മുത്തുച്ചിപ്പിയാണെന്ന് മനസ്സിലായി വെളിച്ചത്തിലെന്നുണ്ടെങ്കിലോ എടുക്കാൻ പുറപ്പെട്ട കൈ ഇങ്ങനെ എടുക്കാതെ പിന്നാക്കം വരും. അജ്ഞാനത്തിനും ജ്ഞാനത്തിനും അത്ര വ്യത്യാസമാണ്. നിങ്ങൾ ഒരു ഗ്ലാസ് നല്ല സ്വാദുള്ള ഒരു ഡ്രിങ്ക്, ഒരു സാധനം കുടിക്കാൻ പുറപ്പെട്ടു, ചായ ആവട്ടെ. അപ്പം അടുത്തുനിന്ന് ഒരാൾ പറയുകയാണ് കുടിക്കരുതേ, അതിൽ വിഷണ്ടേ. എന്ത് ചെയ്യും നിങ്ങൾ? അതിനും മിണ്ടില്ല, കുടിക്കില്ല. അപ്പം ആ അറിവിൻ്റെ ശക്തി നോക്കൂ എത്രയുണ്ടെന്ന്. കുടിക്കാനെടുത്ത് ചുണ്ടിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞു, അപ്പോഴാ പറയുന്നത് അരുതേ വിഷം, ഉടനെ മാറ്റി. ജ്ഞാനത്തിനുള്ള ശക്തി അതാണ്. ഞാൻ ആത്മാവാണ് എന്നങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അനാത്മവസ്തുക്കളോടൊക്കെ നീരസവും വിഷമവും ദൂരവുമായി. ശുക്തേരജ്ഞാനതോ ലോഭോ. മുത്തുച്ചിപ്പിയാണെന്ന് അറിയാത്തത് കൊണ്ട്, ആ അജ്ഞാനം കൊണ്ടാണ് അതിനോട് ലോഭം ജനിക്കുന്നത്. യഥാ രജതവിഭ്രമേ. വെള്ളി എന്ന് വിചാരിക്കുകയാണ്, അത് വെള്ളിയല്ല എന്ന് മനസ്സിലാവുമ്പോൾ ഒരു ഭ്രമവും നമുക്കുണ്ടാവില്ല. ഈ ജഡവസ്തുക്കളെല്ലാം അനുഭവിച്ചിട്ടാണല്ലോ നിങ്ങൾ സുഖം സന്തോഷം എന്നൊക്കെ പറയണത്.
ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് മറുപടി പറയും. ഏതെങ്കിലും ഒരു വസ്തു, ലോകത്തിലെ വസ്തു സ്വയം ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാക്കുമോ? അതോ ആ വസ്തുക്കളും നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി കൂടിച്ചേരുമ്പോഴാണോ അനുഭവം? ഈ കൂടിച്ചേരുമ്പോഴുള്ള അനുഭവം ആ ജഡവസ്തുക്കളിലാണോ ആശ്രയിച്ചിരിക്കുന്നത്, അതോ അനുഭവിക്കുന്ന ആ ഇന്ദ്രിയങ്ങളിലോ? ആലോചിച്ചിട്ടാണോ പറയണേ? നല്ലോണം ഭക്ഷണം രുചിയോടെ കഴിക്കുന്ന ആൾ, ടൈഫോയിഡ് വന്നു, നാവിൽ മുഴുവൻ വെളുത്ത കോട്ടിങ് ഉണ്ട്, ആ ആൾക്ക് നിങ്ങൾ എന്തു കൊടുത്താലും രുചി ഉണ്ടാവില്ല. വസ്തുക്കൾക്ക് രുചി ഉണ്ടെങ്കിൽ ആ ആൾ അറിയണ്ടേത്. അപ്പം എല്ലാറ്റിനും രുചി നൽകി രുചിയെ അനുഭവിപ്പിക്കുന്നതാണ് ഒരു രുചിയുമില്ലാത്ത നമ്മുടെ നാവ്. അപ്പം സർവ്വരുചികളും നാവിൽ നിന്ന് നിർഗളിക്കുന്നുവോ അതോ വസ്തുക്കളിൽ നിന്ന് നിർഗളിക്കുന്നുവോ എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയൂ ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ്. വലിയൊരു ചോദ്യമാണത്. എല്ലാവർക്കും മറുപടി പറയാമെന്നുള്ള ചോദ്യമാണ്. പഞ്ചസാര നാവിൽ വെച്ചാൽ മധുരം തോന്നണത് പഞ്ചസാര കൊണ്ടാണോ അതോ നമ്മുടെ നാവ് കൊണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സ്വാമിജി നാവിന് പഞ്ചസാര ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. പറ്റില്ല. പക്ഷേ നാവിനെ ഉണ്ടാക്കിയ പരമപ്രഭാവത്തിന് പഞ്ചസാര ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയതാണല്ലോ അത്. അതാണ് സ്വപ്നത്തിൽ നിങ്ങൾ അടപ്രഥമൻ കഴിക്കുന്നത്, പാലട. സ്വപ്നത്തിൽ പാലടപ്രഥമൻ എവിടുന്ന് വന്നു? ആ സ്വപ്നത്തിൽ കഴിക്കാനുള്ള ശരീരമോ ഇതോ ഒന്നിവിടെ കിടന്നുറങ്ങുക. അപ്പം അതിനു വേണ്ടി ഒരു ശരീരമുണ്ടാക്കി, ഒരു മുഖമുണ്ടാക്കി, ഒരു നാവുണ്ടാക്കി, പാലട പ്രഥമനും ഉണ്ടാക്കി കൊണ്ടുവച്ച് നിങ്ങൾ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കൈകൊണ്ട് കഴിക്കുക എന്നൊരു അനുഭവം ആ വസ്തുക്കളൊക്കെ എങ്ങനെ ഉണ്ടാക്കി? മനസ്സുള്ളിലുണ്ടാക്കിയതാണ്. അപ്പം മനസ്സിന് വസ്തുനിർമ്മാണ ശക്തിയുണ്ട്. ജാഗ്രത അവസ്ഥയിൽ അത് വസ്തുക്കളെ മാറ്റി നിർത്തി അവയോടുകൂടി സംസർഗം പുലർത്തി ആ പുലർത്തുന്നത് മൂലം രസാനുഭവം ഉണ്ടാവണു. അതില്ലാതെയും ഉണ്ടാവും. കണ്ണടച്ച് ധ്യാനിക്കുന്നവർക്ക് പലർക്കും നല്ല മധുരമായിട്ടുള്ള ഉമിനീര് അങ്ങനെ വായിൽ ഊറി തുടങ്ങുമല്ലോ. നമ്മുടെ ഇവിടെ ചെറുപ്പകാലം മുതൽക്കൊരു സന്യാസം, കല്യാണം കഴിക്കാതെ സന്യാസം എന്ന് പറഞ്ഞ് എടുക്കുന്ന പലരുമുണ്ട്. ആ സന്യാസിക്ക് വാസ്തവത്തിൽ എന്തെങ്കിലും സുഖം നഷ്ടമാകുന്നുവോ അതോ എല്ലാവർക്കും കിട്ടുന്ന സുഖത്തെ അതിശയിക്കുന്ന ഒരു സുഖം സദാ കിട്ടുന്നുവോ? ഒന്ന് ആലോചിക്കാൻ. നിങ്ങൾ വിചാരിക്കും, പലർക്കുമുള്ള അഭിപ്രായം സന്യാസിയെ കണ്ട അയ്യോ എത്ര ചെറുപ്പം, കല്യാണം കഴിക്കുന്നതിന് പകരം സന്യസിച്ചുല്ലോ, ഇതൊരു വലിയ കാര്യമാണ്, അതുകൊണ്ട് ഞാനൊന്ന് നമസ്കരിച്ച് കളയാം. അദ്ദേഹത്തിൻ്റെ യോഗ്യത അറിയാൻ നിങ്ങൾക്ക് പറ്റണില്ല. അദ്ദേഹത്തിന് സുഖത്തിന് ഒരു കുറവുമില്ല. എന്താ കാരണം? സുഖം ജനിപ്പിക്കുന്ന മനസ്സ് അദ്ദേഹത്തിലുണ്ട്. ആ മനസ്സിന് എത്രയെത്ര ശുദ്ധി വന്നോ അത്രയെത്ര സുഖം തന്നെയാണ് അതിന്. സുഖം സുഖം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭോഗാനഭുക്ത വയമേവ ഭുക്താ. നമ്മൾ ഈ ലോകവസ്തുക്കളെയൊക്കെ അനുഭവിച്ചു എന്ന് പറയണു. നമ്മൾ ലോകവസ്തുക്കളെ അനുഭവിച്ചുവോ അതോ ലോകവസ്തുക്കൾ നമ്മളെ അനുഭവിച്ച് ഒടുക്കുന്നുവോ? എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തെ? എത്ര അനുഭവിച്ചിട്ടും വസ്തുക്കൾ അവിടെ ബാക്കി നിൽക്കുന്നു. അനുഭവിക്കുന്നവനാ ശ്മശാനത്തിലേക്ക് പോണേ. അപ്പം ആർക്കാ അവിടെ നാശമെന്ന് പറയും? ഭോഗാനഭുക്താ. ഭോഗങ്ങൾ ഭുജിക്കപ്പെട്ടിട്ടില്ല. വയമേവ ഭുക്താ. അത് അനുഭവിക്കുന്ന നമ്മളാണ്. വസ്തുക്കൾ നമ്മളെ ഭുജിക്കണു. അതുകൊണ്ട് വസ്തുക്കൾ ബാക്കി നിൽക്കുന്നു. നാം ഇതാ പോണു. ഒന്ന് ആലോചിക്കാനപ്പ. നമ്മൾ പെട്ടെന്ന് കാണുന്നതും കേൾക്കുന്നതുമല്ല ലോകത്തെ സംബന്ധിച്ച, ജീവിതത്തെ സംബന്ധിച്ച മൂല്യനിരൂപണം. അതപ്പുറത്ത് വേറെയാണ്. അപ്പോൾ എല്ലാ സുഖങ്ങളുടെയും സ്രോതസ്സാണ് ഒരു സന്യാസി വേണ്ടതുപോലെ ജീവിക്കുന്ന പക്ഷം അദ്ദേഹത്തിന് തുറന്നു കിട്ടുന്നത്. സർവസുഖത്തിൻ്റെയും ഉറവിടം. ഞാനില്ലാതെ നീയില്ല, ഞാനില്ലാതെ മറ്റൊരുവനില്ല. എല്ലാറ്റിൻ്റെയും തുടക്കം ഞാൻ എന്ന കേന്ദ്രബിന്ദുവാണ്. ബാക്കി എല്ലാം വിട്ട് നാം താൻ മാത്രമായി കിടന്നുറങ്ങുമ്പോൾ അവിടെ ഒരു
ഒരു യോജിപ്പൊന്നുമില്ല, വേറെ ഒന്നോട് കൂടിച്ചേരുന്നില്ല. ഉള്ള ചേർച്ചയെ മുഴുവൻ വിട്ടിട്ട് താൻ മാത്രമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. ആ ഉറക്കം പരമസുഖത്തോടുകൂടി മണിക്കൂറുകളോളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? താൻ സുഖരൂപിയാണ്, ആനന്ദരൂപിയാണ്. തൻ്റെ സ്വഭാവം സ്വച്ഛമാണ്, സാന്ദ്രാനന്ദമാണ്. ഇതാണ് നിങ്ങൾക്ക് എപ്പോഴും തോന്നേണ്ടത്. ഇതാണ് അതിൻ്റെ ശരി. അപ്പോൾ ഈ വിശേഷപ്പെട്ട മനസ്സും ബുദ്ധിയുമെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് പുറത്തേക്ക് ഓടുന്നത്? ശ്രീരാമനോട് വസിഷ്ഠൻ പറയണു, കേട്ടോളൂ. സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ ന നാമക്രിയയാന്യയാ. ഈ ശ്ലോകം ആദ്യമായിട്ട് ഞാൻ കണ്ടു, വായിച്ചപ്പോൾ എന്താ പറയേണ്ടത്? സുന്ദര്യാ നിജയാ ബുദ്ധ്യാ, സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ. പ്രജ്ഞ വിവേകം എന്ന് പറയുന്ന സ്നേഹിത, ഇവ രണ്ടുപേരുടെയും സഹായത്തോടു കൂടിയാണ് പദമാസാദ്യതേ രാമ. അധ്യാത്മമായിട്ടോ ഭക്തിയിലോ ഉത്തമമായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനം നമുക്ക് കയ്യിലാക്കാൻ സാധിക്കുന്നത് ഇവ രണ്ടിൻ്റെയും സഹായത്തോടു കൂടിയാണ്. അല്ലാതെ നനാമക്രിയയാന്യയാ, പല വിധത്തിലുള്ള നാമങ്ങളോ ക്രിയകളോ ഉച്ചരിച്ചോ നടത്തിയതോ കൊണ്ടല്ലാന്ന്. അതിസുന്ദരിയായിരിക്കുന്നൊരു ബുദ്ധി നമുക്കുണ്ട്. ഒരു പൂന്തോട്ടത്തിൽ ചെന്നു, പലതരത്തിലുള്ള പൂക്കളുണ്ട്. എത്ര രമണീയം എന്ന് പൂന്തോട്ടമാണോ നമ്മളോട് പറയണത്, അതോ നമ്മുടെ ബുദ്ധിയോ? ഒന്ന് പറയുന്നപ്പ. ഒരു കുരുടനെ അവിടെ കൊണ്ടുപോയി, അയാൾക്കത് പറയാൻ പറ്റും? ഇന്ദ്രിയങ്ങളെ പ്രയോഗിച്ച് മുൻപിലുള്ളത് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി അത് സുന്ദരമാണ്, ഇത് സുന്ദരമല്ല എന്നിങ്ങനെ വേർതിരിച്ച് ഏറ്റവും സുന്ദരം എന്ന് പറഞ്ഞ് അതിനെ അനുഭവിക്കുക. അപ്പം അത് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ സൗന്ദര്യം, സുന്ദരാനുഭവം ഉണ്ടാക്കി തരുന്നത് വസ്തുക്കളോ നമ്മുടെ ബുദ്ധിയോ? ആ ബുദ്ധിയല്ലേ അപ്പോൾ വാസ്തവത്തിൽ അതിസുന്ദരി. അതാണ് രാമനോട് പറയുന്നത്. സുന്ദര്യാ നിജയാ ബുദ്ധ്യ, തൻ്റെ സ്വന്തം ബുദ്ധി, അതിസുന്ദരിയായ ബുദ്ധി. പ്രജ്ഞയൈവ വയസ്യയാ, ബുദ്ധി ഉണ്ടായാൽ പോരാ, അതിനെ വേണ്ടതുപോലെ പ്രയോഗിച്ച് നമുക്ക് വിവേകം എന്ന് പറയുന്നത് ജനിക്കണം. പൂന്തോട്ടത്തിൽ പോയി കണ്ടു, അനുഭവിച്ചു, ഒരു കൊട്ട പൂവും മേടിച്ചുകൊണ്ട് വന്നു, അതല്ല. അത് ദ്രവ്യവ്യവഹാരമേ ആയുള്ളൂ. പൂന്തോട്ടത്തിൽ പോയോ, അവിടെ സൗന്ദര്യം കണ്ടുവോ, അനുഭവിച്ചുവോ? ആ അനുഭവിപ്പിച്ചത് ആരാ? അനുഭവിച്ചത് എവിടെയാ, ഏത് തലത്തിലാ? ശരീരം വിട്ട് 1 മില്ലിമീറ്റർ പുറത്താണോ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുന്നത്? അല്ലാന്നോ അതേന്നോ? അല്ല. അനുഭവം ഉണ്ടാവുന്നത് ആ ഇന്ദ്രിയ തലത്തിൽ, അതും വിട്ട് മനസ്തലത്തിൽ. ആ മനസ്സാണ് അനുഭവദായി. അത് രണ്ടിൻ്റെയും സഹായത്തോടു കൂടിയാണ് പരമപദം നമുക്ക് കൈവരുത്താൻ പറ്റുക. അല്ലാതെ മാലയിട്ട് ഉരുട്ടിയത് കൊണ്ടോ വേറെ എന്തെങ്കിലും കർമ്മം ചെയ്തത് കൊണ്ടോ അല്ല. അതുകൊണ്ട് എന്തു വേണം? വസിഷ്ഠൻ പറയുകയാണ്, യയേവയത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈ സയേവയത്ന കർത്തവ്യഃ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. നമ്മുടെ രാജ്യത്തിൽ ദേശീയമായ മൂല്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവ മതത്തോടും ഈശ്വരനോടും കൂടി ബന്ധപ്പെട്ടതാണോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കേട്ടോളൂ. ഈ പറയുന്നതിൽ ഒരു ദൈവവർത്തമാനവും ഇവിടെയില്ല. ഈ പറയുന്നത് മുഴുവനും മനുഷ്യൻ്റെ മനസ്സിനോടും ബുദ്ധിയോടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വസിഷ്ഠൻ ഇങ്ങനെ പറയണു, ആ പറയുന്നത് മുഴുവൻ വാക്കുകളാണ്, കാവ്യമാണ്. അത് കേൾക്കുന്നത് ചെവിയാണ്. ഓരോ വാക്കും അതിൻ്റെ ആശയം വെളിപ്പെടുത്തുമ്പോഴാണ് അന്വർത്ഥമാകുന്നത്. അപ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ ജ്ഞാനവാഹി എന്നാണ് അർത്ഥം.
ഞാൻ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ അതിങ്ങനെ വായോണ്ടുള്ളൊരു എക്സർഷനാണ്. കുമ്പളങ്ങ എന്ന് ഞാൻ പറയുമ്പോൾ അത് കഴിക്കാനുള്ള ഒരു ഭക്ഷണ പദാർത്ഥം, ഒരു കായെപ്പറ്റി പറയുന്നതാണ്. എല്ലാ അക്ഷരങ്ങളും വാക്കുകളും ആശയത്തിൻ്റെ കഷണങ്ങളാണ്. നമുക്കിവിടെ മൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ആ മൂല്യങ്ങൾ മതത്തോടുകൂടി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് മനുഷ്യൻ്റെ മനസ്സോടും ബുദ്ധിയോടും ബന്ധപ്പെട്ടതാണ്. All our values are completely relevant to the human mind, the emotional mind and the rational intelligence. യുക്തിസഹമായ ബുദ്ധിയെയും വികാരനിർഭരമായ മനസ്സിനെയും സ്പർശിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ മൂല്യങ്ങൾ മുഴുവനും. അതുകൊണ്ട് എന്തു വേണം? ഇതൊരു മൂല്യമാണ്. യേവ യത്നഃ ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഃ. ജനങ്ങൾ സാധാരണ എന്ത് പ്രയത്നമാണോ പുറം വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടി ചെയ്യുന്നത്, മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതൽക്ക് പഠിപ്പിക്കുന്നത് എന്തിനാ? പഠിക്കണം. 12 കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ട്, IIT തന്നെ കിട്ടണം. അത് കഴിഞ്ഞാലോ ക്യാമ്പസ് സെലക്ഷനിൽ പോകണം. നിവൃത്തി ഉണ്ടെങ്കിൽ MNCയിൽ കിട്ടണം. നമ്മുടെ ഉദ്ദേശം എന്താ? ബാഹ്യവസ്തുക്കളെ കൈകാര്യം ചെയ്ത് ധാരാളം പണവും ശമ്പളവും ഒക്കെ കിട്ടണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. ആദ്യമേ മുതൽക്ക് വസിഷ്ഠൻ പറയുന്നു, യേവ യത്നഃ ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഃ. ബാഹ്യമായിരിക്കുന്ന അർത്ഥങ്ങളും ലക്ഷ്യങ്ങളും കൈവരിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങൾ എന്തെല്ലാം പ്രയത്നമാണോ ചെയ്യുന്നത്, ആ പ്രയത്നം ആദ്യമായി ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാ? പൂർവം പ്രജ്ഞാവിവർദ്ധയേ. മനുഷ്യൻ്റെ വിശേഷബുദ്ധിയും വിവേകവും വർദ്ധിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അല്ലെങ്കിലോ എന്തായി? പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ മാതിരിയായി. MBA പാസ്സായി, നല്ല ഉദ്യോഗം കിട്ടി, ലക്ഷങ്ങളിലാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടോ ജീവിതം കുട്ടിച്ചോറാവാൻ മാതിരി ജീവിക്കും. ആ വിവേകമാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. കുട്ടികളെ വിവേക പഠനത്തിനായി 1-2 കൊല്ലം അങ്ങോട്ട് നടത്തുക, വിടൂ. ആ വിവേകമില്ലാതെ ഈ ലോകജീവിതം സാധ്യമല്ല, സുഭഗമാവില്ല, ഒരിക്കലും ആവില്ല. യേവ യത്നഃ ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഃ സയേവ യത്നഃ കർത്തവ്യഃ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. ബലാത്സംഗം എവിടെ നോക്കിയാലും കുട്ടികൾ 8 വയസ്സ്, 2 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഏത് ഭഗവാനാ ഈ ലോകം രചിച്ചത്? ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്, കണ്ടാൽ കൊള്ളാമെന്ന്. എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. അപ്പുറത്തുള്ള അഴിമതി വരെ പാർലമെൻറ്റിൻ്റെ ഉള്ളിലും എക്സിക്യൂട്ടീവിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ പെറ്റു വളർന്ന കുട്ടികളിലാണ്. നന്മ വളരേണ്ടത് വീട്ടിലാണ്. അച്ഛനമ്മമാരുടെ ദർശനം കൊണ്ട്, സ്പർശനം കൊണ്ട്, അവർ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട്, അവർ വളർത്തുന്ന രീതിയിലൂടെ സൗശീല്യം എന്നൊന്ന് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി, ഇത് ദുശ്ശീലമാണ്, ഇത് സൗശീല്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തി നോക്കൂ കുട്ടികളെ. ഒരു വലിയ കാര്യമാണത്. വിശ്വം സ്ഫുരതി യത്രേദം തരംഗായിവ സാഗരേ സോഹമസ്മീതി വിജ്ഞായ കിം ദീനൈവ ധാവസി. വിശ്വം സ്ഫുരതി യത്രേദം തരംഗായിവ സാഗരേ. ഈ വിശ്വം മുഴുവനും എവിടെയാണ് പ്രതിഭാസിക്കുന്നത്? എവിടെയാണ് അനുഭവിക്കുന്നത്? എവിടെയാണ് പ്രതിഫലിക്കുന്നത്? ഒന്ന് പറയിൻ. ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നു, പന്തലും കാണുന്നു, എല്ലാം കാണുന്നു. ഈ കാഴ്ച മുഴുവൻ ഞാൻ അനുഭവിക്കുന്നത് എവിടെയാ? നിങ്ങളൊന്ന് പറയുന്നപ്പ. നമ്മുടെ ദേഹം തൊലിയുടെ 1 മില്ലിമീറ്റർ പുറത്താണോ അനുഭവം? അകത്തല്ലേ അനുഭവം? എവിടെയാണോ ഈ വിശ്വം മുഴുവനും സ്ഫുരിക്കുന്നത്,
തരംഗായിവ സാഗരെ, സമുദ്രത്തിൽ തരംഗമെന്ന പോലെ സോഹമസ്മീതി വിജ്ഞായ, എവിടെ പ്രകാശിക്കുന്നുവോ, എവിടെ പ്രതിഫലിക്കുന്നുവോ, എവിടെ അനുഭവിക്കുന്നുവോ ആ ഉൾമണ്ഡലം, അതിലുള്ള സത്താവിശേഷമാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയവൻ കിം ദീന ഇവധാവസി, ദുർബലനെപ്പോലെ, ഏഴയെപ്പോലെ, കോഴയെപ്പോലെ അവൻ എന്തിനാണ് ഈ ഓടി നടക്കുന്നത്? എന്തിനാ ഓടി നടക്കുന്നത്? ഈ ലോകം മുഴുവനും പ്രതിഫലിപ്പിക്കുന്നത് എൻ്റെ മനസ്സാണ്. അനുഭവം മുഴുവൻ എന്നിലാണ്. ലോകത്തെ ഞാൻ അനുഭവിക്കണമെങ്കിൽ അനുഭവം എനിക്ക് ഞാൻ ഉണ്ടാക്കി തരണം. ലോകത്തിലല്ല അവിടെ കേന്ദ്രീകരണം, കാണപ്പെടുന്ന ലോകത്തിലല്ല, കാണുന്ന ഉൾത്തലത്തിലാണ്. ആ ഉൾത്തലമാണ് സർവവിസ്താരങ്ങളെയും ദീർഘങ്ങളെയും ഉയർച്ചകളെയും വൈവിധ്യങ്ങളെയും എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്, എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. ആ ഉൾത്തലത്തിൻ്റെ മഹിമ, അതാണ് ഞാൻ എന്ന് പറയുന്നവൻ, മനസ്സിലാക്കുന്നവൻ. പിന്നെ അയാൾക്ക് ദീനതയോ അയാൾക്ക് എന്തെങ്കിലും പോരായ്മയോ? മിണ്ടരുത് നിങ്ങൾ. എനിക്ക് ഇല്ല ഈ ഇല്ലപ്പാട്ട് പാടരുത്. എനിക്ക് നിറഞ്ഞ മനസ്സുണ്ട്, തെളിഞ്ഞ ബുദ്ധിയുണ്ട്, ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമുണ്ട്. എന്നെ ദീനനാക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. ഞാൻ സമ്പൂർണ്ണ ധനാഢ്യൻ, ധന്യതയാണ് എന്നിൽ നിറഞ്ഞു ഒഴുകുന്നത്. തെക്കി കൊണ്ടുപോകോളൂ വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ പറയാൻ നമുക്ക് പറ്റണം. ബി എ ഗിവർ മൈ ഡിയർ സോൾസ്. കൊടുക്കാൻ പഠിക്കുക, ഇരക്കാനോ എടുക്കാനോ നിങ്ങൾ പഠിക്കണ്ട. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ അങ്ങ് പലതും എനിക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ ആ തന്നതും ഗ്രഹിക്കണതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കൃതജ്ഞതയുണ്ട്. അപ്പം ഞാൻ ആ കൃതജ്ഞതയുടെ പേരിൽ കയ്യിലുള്ളതിൽ നിന്ന് ചിലതൊക്കെ അങ്ങയ്ക്കൊരു സമ്മാനമോ ഒരു ഉപഹാരമോ ആയിട്ട് കൊണ്ടുവരുന്നു. എനിക്കൊന്നും വേണ്ടേ. ഇതൊരു നന്ദി പ്രകടനമാണ്, അല്ലാണ്ട് ആഗ്രഹപൂരണത്തിനല്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കില്ല? കൊടുത്തോളൂ, വാരി കോരി കൊടുക്കൂ. അതിൻ്റെ കൂടെ ഒരു കോഴ ശബ്ദം ഉണ്ടാവരുത്. ഞാനിതൊക്കെ തരണത് എന്തിനാണെന്നറിയോ? മുൻകൂട്ടി തരണം, കിട്ടാൻ ഉറപ്പ് വരുത്താൻ. ഈ കോഴയൊക്കെ മുമ്പിലാണല്ലോ കൊടുക്കുക, പിന്നിലല്ലല്ലോ കൊടുക്കുക. പിന്നിൽ കൊടുക്കുന്നത് വേതനമാണ്. ചെയ്തു തരണോ? ഇപ്പം തന്നെ തരൂ. അത് ഇന്ന സ്ഥലത്ത് ആളുണ്ടാവും, കൊണ്ടു കൊടുക്കും. അതുപോലെ ആവരുതപ്പ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കൂ, ഉദാരതയോടുകൂടി കൊടുക്കൂ, നല്ലവനായിട്ട് കൊടുക്കൂ. ഒരു സാധനം നിങ്ങൾ ചോദിക്കരുത്. സർവജ്ഞനായ ഭഗവാനിൽ നിന്ന് ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവജ്ഞത കുറഞ്ഞു വരിക. വലിയ ഭഗവാനെ ചെറുതാക്കുക നമ്മൾ ചെയ്യണത്. അങ്ങനെ ചെയ്യരുത്. വിശ്വം സ്ഫുരതി യത്രേദം തരംഗായിവ സാഗരേ സോഹമസ്മീതി വിജ്ഞായ കിം ദീന ഇവ ധാവസി. ഈ തത്വപ്രവചനം പോലും നിങ്ങൾ എത്രയെത്ര കേൾക്കുന്നുവോ അത്രയെത്ര നിങ്ങൾ ധീരന്മാരാകും, ഉദാരന്മാരാവും, ധന്യരാവും. സന്തോഷസാഗരമായിരിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അത്ര വിശേഷപ്പെട്ടതാണിത്. നമുക്ക് തത്കാലം നിർത്താം. ഈ പറയുന്നതുണ്ടല്ലോ, വിമർശന രൂപത്തിൽ നൽകുന്ന ഉപദേശം, ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. അഷ്ടാവക്ര സംഹിതയിൽ 3-4 അധ്യായങ്ങളാണ് മികച്ചതെന്ന് സാധാരണ പറയാറുണ്ട്. കർത്തവ്യമസ്ഥിന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം. ഹരി. എല്ലാവർക്കും കൂടി സമാപന ഓംകാര തപസ് നടത്തുക. ഇതാ കൈ കോർത്ത് മടിയിൽ വെച്ച് വേണ്ടതുപോലെ ഇരിക്കും.
ഓ ശരിയായില്ല, ഒന്നും കൂടി ജപിക്കാം നമുക്ക്. ഓ ഹരി ഓം തസ്. ജയഗുരു, ജയഗുരു. എല്ലാവരും നല്ലോണം കിടന്നുറങ്ങണം. ആത്മാ നിങ്ങളെ ആലിംഗനം ചെയ്യാണ് ഉറക്കത്തിൽ. മനസ്സിനെ മുഴുവൻ ശുദ്ധമാക്കി ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് പിന്നെ കുറേ നേരം ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുകയാണ്. വേണ്ടതുപോലെ ഉറങ്ങൂ, തെളിച്ചത്തോടു കൂടി എഴുന്നേൽക്കൂ. ഞാൻ പറഞ്ഞ മാതിരി തത്വവിചാരത്തോടു കൂടി ഉറങ്ങണം. ശരി.